മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 2024 ഓഗസ്റ്റ് 4-ാം തീയതി മുതൽ പാസഞ്ചർ ബോർഡിംഗ് സിസ്റ്റത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് ചില വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. ഞങ്ങളും ഇതിനെപ്പറ്റി സൂചിപ്പിച്ചതാണ്. പലർക്കും ഇതിലൊരു സംശയമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് ഓഗസ്റ്റ് 1-ാം തീയതി ഒമാൻ എയർ ഇതിലൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്ന അറിയിപ്പനുസരിച്ച് സാധാരണ എങ്ങനെയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നു, ആദ്യം ചെക്ക് ഇൻ നടപടികളുടെ സമയക്രമങ്ങളിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഒമാൻ എയർ. അതായത് ഫ്ലൈറ്റ് ടൈമിന് 1 മണിക്കൂർ 60 മിനിറ്റ് മുൻപ് വരെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ കടക്കുന്നു. ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞ് സാധാരണ നമ്മൾ ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകും. ABC എന്നൊക്കെ പറയുന്ന ആ ഫൈനൽ പോയിന്റിലേക്ക് പോകും. ഇപ്പോൾ ലോഞ്ച് ആക്സസ് ഒക്കെയുള്ള ചില ആളുകളാണെങ്കിൽ ലോഞ്ചിൽ പോയി ഒരു 20 മിനിറ്റ് മുൻപൊക്കെയാണ് ഗേറ്റിലേക്ക് പോവുക. മറ്റു ചിലരാണെങ്കിൽ ഡ്യൂട്ടി ഫ്രീയിലോ മറ്റു ഷോപ്പിങ്ങിനോ ഒക്കെ പോയി അവസാന നിമിഷം അങ്ങോട്ടെത്തും. ഇനി വാഷ്റൂമിലും ഫ്രഷ് ആവാനൊക്കെ പോകുന്ന ആളുകളും ഇതുപോലെ തന്നെ അവസാനത്തെ 20 മിനിറ്റൊക്കെ ആയിരിക്കും അങ്ങോട്ട് എത്തുക. ഇതിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. 20 മിനിറ്റിന് മുൻപ് എന്നുള്ളതിന് പകരം 40 മിനിറ്റ് മുൻപ് നമ്മൾ ആ ഇലക്ട്രോണിക് ഗേറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതിനുശേഷം ചെല്ലുന്ന ആളുകളെ അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടി സൂചിപ്പിച്ചിരിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ 10 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് എന്നുണ്ടെങ്കിൽ 9:20 തന്നെ ആ അവസാനത്തെ പോയിന്റായ ബോർഡിംഗ് ഗേറ്റിൽ നമ്മൾ എത്തിയിരിക്കണം. ഇത് ഓഗസ്റ്റ് 4-ാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരിക.